തിരുവനന്തപുരത്ത് വക്കം ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും മാതാവിനെയും വീടിന് പുറകുവശത്തുള്ള ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വക്കം നെടിയവിള വീട്ടിൽ വത്സല, അരുൺ എന്നിവരാണ് മരിച്ചത്. നിലവിൽ അരുൺ വക്കം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പറാണ്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, ദാരുണമായ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. പഞ്ചായത്ത് അംഗത്തെയും മാതാവിനെയും വീടിന് പുറകുവശത്തുള്ള ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? മനു, അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം പുറത്ത് വരുന്നത്. രാവിലെയോടെയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നതും. വക്കം ഗ്രാമപഞ്ചായത്ത് അംഗവും അദ്ദേഹത്തിന്റെ അമ്മയുമാണ് വീടിന് പുറകുവശത്തുള്ള ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടിയവിള വീട്ടിൽ വത്സല, അരുൺ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. നിലവിൽ അരുൺ വക്കം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പറാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പും കൂടി ഇതിന്റെ കൂടെ ലഭ്യമായിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോൾ പോലീസ് എത്തി പരിശോധനയൊക്കെയും നടക്കുകയാണ്. ആത്മഹത്യാ കുറിപ്പിൽ ചില കേസുകളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ കേസുകളൊന്നും തന്നെ താൻ ചെയ്തതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത് തനിക്ക് മനോവിഷമം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ തനിക്ക് പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ PCCA എടുക്കുവാനോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ഇത് മാനസികപരമായി വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഈ ആത്മഹത്യാ കുറിപ്പ് കാണുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പ്രാഥമികമായും ഇത്തരത്തിൽ ചില കേസുകളിൽ തന്നെ ഉൾപ്പെടുത്തി അത് തനിക്ക് മനോവിഷമം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ജീവൻ ഒടുക്കുന്നത് എന്നതടങ്ങിയ ഒരു ആത്മഹത്യാ കുറിപ്പാണ് ഉള്ളത്. ബാക്കിയുള്ള നടപടികളൊക്കെയും തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമാണ് മനസ്സിലാവുക. ശരി, മാനസ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളെ സംബന്ധിച്ച് രാവിലെ ഒരു ദുഃഖവാർത്തയാണ്. പഞ്ചായത്ത് അംഗവും അമ്മയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ആത്മഹത്യാക്കുറിപ്പൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും വരും സമയങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാം.